ഹലോ മൈ ഡിയർ ക്ലാസ് 8 ഫാമിലി മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹരിസാറ് സോഷ്യൽ സയൻസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. മക്കളെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ CBSE ക്ലാസ് 8 ഒരുപാട് ചാപ്റ്ററുകൾ സോഷ്യൽ സയൻസിലുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയുടെ ഒരു ചാപ്റ്റർ ആണ് റീഷേപ്പിംഗ് ഇന്ത്യാസ് പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പൊ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നേ സാർ ഒരു കാര്യം ഓർപ്പിച്ചേക്കാം, നമ്മുടെ ബാച്ചുകളിൽ ഒരുപാട് മക്കൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും നമ്മുടെ ബാച്ചുകളിൽ ചേർന്നിട്ട് നല്ല കിഡിലോസ്കി ആയിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മുടെ ബാച്ചിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്യുക, അടിപൊളിയാക്കുക. നമ്മുടെ Sky 8 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാച്ച് ഉണ്ട്, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം, അടിപൊളിയാക്കാം കേട്ടോ. അപ്പൊ പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞ റീഷേപ്പിംഗ് ഇന്ത്യാസ് പൊളിറ്റിക്കൽ മാപ്പിൽ എന്തൊക്കെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ അറിയേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം ആദ്യം തന്നെ എന്താണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞു വെക്കുന്ന കാര്യം എന്നുള്ളത്. എ ന്യൂ പൊളിറ്റിക്കൽ എറ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ ശേഷം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനൊക്കെ ശേഷം, 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനൊക്കെ ശേഷം ഈ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ മാപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ, അതായത് ഇന്ത്യക്ക് ഒരു പൊളിറ്റിക്കൽ മാപ്പ്, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മാപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളെയും പല നാട്ടുരാജ്യങ്ങളെയൊക്കെ ഒന്നിപ്പിച്ചുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്ന വേറെ കുറെ രാജ്യങ്ങളല്ല കേട്ടോ ഉദ്ദേശിക്കുന്ന, നാട്ടുരാജ്യങ്ങൾ എന്ന് പറയും, പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്ന് പറയും. ഈ പ്രിൻസിലി സ്റ്റേറ്റ്സിനെയൊക്കെ ഒന്നിച്ചുകൊണ്ട് നമുക്കൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തുടക്കം തന്നെ 11th സെഞ്ചുറിനെ പറ്റിയിട്ട് നിങ്ങൾ അറിയുന്നത്. എന്താ പറയുന്നത്? 11th സെഞ്ചുറിനെ പറ്റിയിട്ടാണ് ആദ്യം നിങ്ങൾ അറിയുന്നത്. ഇൻവേഷൻ ഫ്രം ബിയോണ്ട് ദ ഹിന്ദുക്കുഷ് എന്ന് പറഞ്ഞു നോക്കണ്ടേ. ഹിന്ദുക്കുഷ് എന്ന് പറഞ്ഞാൽ മലനിരയാണ്. ആ മലനിരകൾക്ക് അപ്പുറത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒരുപാട് ഇൻവേഷൻസ് ഉണ്ട്. ആ ഇൻവേഷൻസ് ഇൻ ദ സെൻസ് അത് യൂറോപ്യൻസ് ആണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള യൂറോപ്യൻസ് ആരൊക്കെയാന്നുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത്. പോർച്ചുഗീസുകാരെന്നും ബ്രിട്ടീഷുകാരെന്നും ഫ്രഞ്ചുകാരെന്നും ഡച്ചുകാരെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണും. അത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തരുകയും ചെയ്യും നമ്മൾ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത്. അപ്പൊ ഇവിടെ പറഞ്ഞു വെച്ചാൽ ഇമ്പാക്ട് ഓഫ് ടർക്കി ആൻഡ് അഫ്ഗാൻ റൂളേഴ്സ് ഓൺ ഇന്ത്യ പൊളിറ്റിക്കൽ മാപ്പ്. അതായത് പണ്ടുള്ള കാലങ്ങളിൽ ഈ പറഞ്ഞ തുർക്കികൾ ഇന്ത്യയെ കീഴടക്കാൻ വന്നതും അഫ്ഗാൻ സൈനിക സമയത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ടൈമിലൊക്കെ അഫ്ഗാൻ ശക്തികളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ മംഗോളിയ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചെങ്കിസ് ഖാൻ വന്നും ഈ പറഞ്ഞ അഫ്ഗാൻ റൂളേഴ്സ് ഒക്കെ ഇങ്ങോട്ടേക്ക് കടന്നാക്രമിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു സമയത്തിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ തുടക്ക കാലങ്ങളിൽ നമ്മൾ പറയുന്നത്. ഈ 11th സെഞ്ചുറിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരങ്ങളിൽ നടക്കുന്ന കുറെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നുണ്ടാവുക തുടക്കത്തിൽ. അതിനുശേഷം നമ്മൾ ഇന്ത്യയിലേക്ക് പ്രോപ്പറായിട്ട് ഇറങ്ങി ചെല്ലുക ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ഡൽഹി സൽത്തനേറ്റ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം നമ്മൾ കാണുക. അവിടെ നമ്മൾ 5 ഡൈനാസ്റ്റികളെ പറ്റി, 5 സാമ്രാജ്യങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ടാകും. അതിൽ ഒന്നാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് മാംലുക്സ് അഥവാ സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയാണ്. അഥവാ അടിമകൾ. ഇത് അലാവുദ്ദീൻ ഖിൽജിനെ പോലുള്ള ആളുകളെയൊക്കെ നിങ്ങൾ ആ ഭാഗത്ത് കാണും. ഇപ്പൊ സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് അടിമകൾ കൊണ്ട്, അല്ലെങ്കിൽ അടിമ നിർമ്മിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അടിമ എന്ന് പറഞ്ഞിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജി എന്ന് പറഞ്ഞ രാജാവ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയാണ് ഈ പറഞ്ഞ മാംലുക്സ് എന്ന് പറഞ്ഞ ഡൈനാസ്റ്റി. അതിനുശേഷം നിങ്ങൾ ഖിൽജിമാരെ കാണും, അലാവുദ്ദീൻ ഖിൽജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളെ നിങ്ങൾ അവിടെ കാണും. തുഗ്ലക്കിനെ കാണും, കുത്തബ്ദീൻ തുഗ്ലക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിങ്ങൾ കുറെ തുഗ്ലക് ഭരണ പരിഷ്കാരങ്ങൾ പറഞ്ഞിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനെ പറ്റി നിങ്ങൾ അവിടെ പഠിക്കുന്നുണ്ടാവും. സെയ്യിദ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഡൈനാസ്റ്റികൾ, നിങ്ങൾ കുറച്ച് ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള കുറച്ച് രാജാക്കന്മാരെ നിങ്ങൾ കിങ്സിനെ നിങ്ങൾ അവിടെ കാണുന്നുണ്ടാകും. ലോധി എന്ന് പറഞ്ഞ ഇബ്രാഹിം ലോധിനെ പോലുള്ള കുറച്ച് ആളുകളെയൊക്കെ നിങ്ങൾ ലോധി ഭരണ സമയത്ത്, ഈ പറഞ്ഞ 5 ഡൈനാസ്റ്റികളിൽ 5 ഭരണകാലങ്ങളിൽ, അല്ലെങ്കിൽ ഭരണത്തിന്റെ ഏറ്റവും വലിയ, നമ്മൾ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്രാജ്യത്വ ശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ പറഞ്ഞ 5 ഡൈനാസ്റ്റികളെ നമുക്ക് ഈ ഒരു മേഖലയിൽ ഡൽഹി സൽത്താനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മേഖലയിൽ കാണാൻ പറ്റും. ഇത് ഈ ചാപ്റ്ററിൽ നമ്മൾ തുടക്ക ഭാഗങ്ങളിൽ കാണുന്ന ഭാഗങ്ങളാണ്. ഇനി ഈ പറഞ്ഞിട്ടുള്ള സൽത്തനേറ്റ് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്, അല്ലെ? ഈ എക്സ്പാൻഡ് ചെയ്യാന്ന് ഉദ്ദേശിച്ചാൽ അത് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് എങ്ങനെയാണിത് ഈ സ്പ്രെഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കാണും. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ആൻഡ് സക്സഷൻ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥ, ഇൻസ്റ്റെബിലിറ്റി, ഒരു കൃത്യമായിട്ടുള്ള അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പിടിച്ചുപറികൾ അല്ലെങ്കിൽ വടംവലികളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കാണുന്നത്. യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. സക്സഷൻ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ആരാണ് അടുത്ത രാജാവായി തീരേണ്ടത്, അല്ലെങ്കിൽ ആരാണ് അടുത്ത വ്യക്തികളായി മാറേണ്ടത്, അല്ലെങ്കിൽ ഭരണം ആരുടെ കയ്യിലായിരിക്കണം എന്നൊക്കെയുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ റീജിയണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കാണാൻ പറ്റും. ഈ പറഞ്ഞ ഭരണത്തിനെതിരെയെല്ലാം
പ്രാദേശികമായിട്ട് ഉണ്ടായിട്ടുള്ള കുറേ റെസിസ്റ്റൻസുകൾ, പ്രതിരോധങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. ഈസ്റ്റേൺ ഗംഗ കിങ്ഡത്തിനെ പറ്റി നമുക്ക് കാണുന്നുണ്ടാവും. ഹോയ്സാല രാജവംശത്തിനെ പറ്റി നമ്മൾ പഠിക്കും. വിജയനഗര സാമ്രാജ്യം അല്ലെങ്കിൽ വിജയനഗര എംപയറിനെ പറ്റി പഠിക്കും നമ്മൾ. അതിനുശേഷം റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് സൽത്തനേറ്റ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു നോക്കണം. ഈ പറഞ്ഞ സുൽത്താനേറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡൽഹി സുൽത്താനേറ്റിന്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പ്രെഡ് തടയാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് അകത്ത് തന്നെയുള്ള കുറെ പ്രദേശങ്ങളിൽ നിന്നുള്ള കുറെ സമരങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പൊ ഇതില് വിജയനഗര എംപയർ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കൃഷ്ണദേവരായരെ പറ്റിയൊക്കെ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നതാണ്. ഈ പറഞ്ഞിട്ടുള്ള സൽത്തനേറ്റ് എക്സ്പാൻഷനെ തടഞ്ഞിട്ടുള്ള കുറെ ആളുകളെ പറ്റി നമ്മളവിടെ പഠിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മുഗൾ എംപയർ എന്ന് പറയുന്നത്. അപ്പൊ മുഗൾ എംപയറിനെ പറ്റിയിട്ട് നമ്മുടെ ചാപ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആരാണ് ആദ്യമായിട്ട് മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ കൊണ്ടുവന്നത്? ബാബർ ആണ് അല്ലെ. 1526 ബാബറാണ്. അദ്ദേഹത്തിന്റെ കാലശേഷം അക്ബറിന്റെ കീഴിൽ എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള മുഗൾ സാമ്രാജ്യം വികാസം പ്രാപിച്ചത്? എക്സ്പാൻഷൻ ഓഫ് മുഗൾ ഡൈനാസ്റ്റി അണ്ടർ അക്ബർ റൂൾ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അക്ബറിന്റെ കീഴിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവേണൻസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്ങനെയാണ് മുഗൾ സാമ്രാജ്യത്തിലെ ഭരണം നടന്നുകൊണ്ടിരുന്നത്, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്, ഗവേണൻസ് എങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നതൊക്കെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണകൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഡിക്ലൈൻ ആഫ്റ്റർ ഔറംഗസേബ്, അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബിന്റെ കാലശേഷം മുഗൾ ഭരണം എങ്ങനെയാണ് ഇല്ലാണ്ടായത്, ഈ പറഞ്ഞ മുഗൾ എംപയർ എങ്ങനെയാണ് തകർന്ന് തരിപ്പണായത് എന്നൊക്കെ നമ്മൾ ഇവിടെ കാണുന്നതായിരിക്കും. ഇതിനിടയിൽ നമ്മൾ ഷാജഹാനൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും കേട്ടോ. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ ചാപ്റ്ററിൽ റെസിസ്റ്റൻസ് ടു ദ മുഗൾസ്, അതായത് മുഗൾ ഭരണം ഇല്ലാണ്ടായി ഔറംഗസേബിന്റെ കാലശേഷം എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് മുഗൾ ഭരണം ഇല്ലാണ്ടായതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ ഭരണത്തിനെതിരെ, മുഗൾ ഡൈനാസ്റ്റിക്കെതിരെ അല്ലെങ്കിൽ മുഗൾ എംപയറിനെതിരെ നടത്തിയിട്ടുള്ള കുറെ റെസിസ്റ്റൻസ് ഉണ്ട് ആളുകളുടെ. അതിൽ ഒന്നാമത്താണ് രജപുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം, ഇൻക്ലൂഡിങ് മഹാറാണ പ്രതാപിനെ പോലുള്ള, ഛത്രപതി ശിവജീനെ പോലുള്ള ആളുകളെയൊക്കെ നമുക്ക് രജപുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിൽ കാണാം. ഇവരൊക്കെ എന്താണ് മുഗൾ ഭരണത്തിനെതിരെ പോരാടിയിരുന്ന, മുഗൾ ഭരണത്തിന്റെ തിന്മകൾക്കെതിരെ പോരാടിയിരുന്ന വ്യക്തികളാണ് ഈ പറഞ്ഞ രജപുത്തുകൾ. ഈ പറഞ്ഞ ഛത്രപതി ശിവാജിനെ പോലുള്ള, മഹാറാണ പ്രതാപിനെ പോലുള്ള ആളുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അഹോംസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാറ്റിൽ ഓഫ് സറായ്ഗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സിഖുകൾ എങ്ങനെയാണ് മുഗൾ സാമ്രാജ്യത്തിന് അല്ലെങ്കിൽ മുഗൾ ഭരണത്തിനെതിരെ പോരാടിയത്, അവിടെ നമ്മൾ ഗുരു ഗോബിന്ദ് സിംഗിനെ പറ്റിയിട്ടും ഖൽസ മൂവ്മെന്റിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നതായിരിക്കും കേട്ടോ. ഈ സിഖിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ സിഖിന്റെ പ്രധാനപ്പെട്ടുള്ള എന്താണ് മുന്നേറ്റം എന്നൊക്കെ, ജസ്റ്റ് മുഗൾ ഭരണത്തിനെതിരെ എന്തായിരുന്നു നടത്തിയിട്ടുള്ള എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം ട്രൈബൽ റെസിസ്റ്റൻസ് കാണാം. മുണ്ട റിബല്യൻ പോലുള്ള റിബല്യനും കാണാൻ പറ്റും. ബ്രിസ റിബല്യൻ പോലുള്ള റിബല്യനൊക്കെ പിൽക്കാലത്ത് നമുക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടത്തിയിട്ടുള്ള റിബല്യനൊക്കെ ആയിട്ട് കാണാൻ പറ്റുമെങ്കിലും അതിന് തുടക്ക സമയങ്ങളിൽ നമ്മൾ മുഗൾ സാമ്രാജ്യത്തിനെതിരെ നടത്തിയതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതിനുശേഷം റാണി ദുർഗാവതി ആരാണെന്നും അത് ദുർഗാവതിക്ക് എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള മുഗൾ സാമ്രാജ്യത്തിനെതിരെ നടത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുന്നതാണ് കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഈ പറഞ്ഞ മുഗൾ എംപയറിന്റെ അഡ്മിനിസ്ട്രേഷൻ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അവരെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയെന്ന് നോക്കാം നമുക്ക്. ഡൽഹി സൽത്തനേറ്റിന്റെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, മുഗൾ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഇതൊക്കെ തന്നെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഹെറിഡിറ്റി അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു ടേമിന്റെ ഭാഗമായിട്ട് വരുന്ന സൽത്തനേറ്റ് ആയിക്കോട്ടെ, മുഗൾ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ ഭരണരീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാൻ പറ്റുന്നതാണ്. റവന്യൂ സിസ്റ്റം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞു വെക്കുന്നത്? റവന്യൂ സിസ്റ്റം. ഇവർക്ക് എങ്ങനെയാണ് റവന്യൂ സിസ്റ്റം വരുന്നത്? അതായത് ഇവർ ടാക്സിലൂടെയാണോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ചൂഷണം ചെയ്തിട്ടാണോ, എങ്ങനെയാണ് ഇവർക്ക് റവന്യൂ കളക്ട് ചെയ്യുന്നത് ഇവർ എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. വിച്ച് മീൻസ് ഫൈനാൻഷ്യൽ എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം മിലിറ്ററി ഓർഗനൈസേഷൻ ഉണ്ട്. അതായത് ഡൽഹി സൽത്തനേറ്റിന്റെ കീഴിൽ എന്തുണ്ട്? ഒരു മിലിറ്ററി ഓർഗനൈസേഷൻ ഉണ്ട്. ഈ പറഞ്ഞിട്ടുള്ള മുഗൾ സാമ്രാജ്യത്തിന്റെ കീഴിലും എന്തുണ്ട്? ഒരു മിലിറ്ററി ഓർഗനൈസേഷൻ. ഇതിനെയൊക്കെ അവരെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്? ഏത് റൂളറിന്റെ കീഴിലാണ് ഏറ്റവും കൂടുതൽ മിലിറ്ററി എന്ത് ചെയ്തിട്ടുള്ളത്, ഫ്ലറിഷ് ആയിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നുണ്ടാവുക. അതിനുശേഷം മാൻസബ്ദാരി സിസ്റ്റം. ആ മാൻസബ്ദാരി സിസ്റ്റം ആരുമായിട്ട്, ഏത് മുഗൾ സാമ്രാജ്യത്തിലെ അല്ലെങ്കിൽ ഏത് മുഗൾ എംപററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? ഷാജഹാനാണോ അക്ബറാണോ? ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. മാൻസബ്ദാരി സിസ്റ്റം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുക. എന്താണ് ഈ മാൻസബ്ദാരി സിസ്റ്റം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. അതിനുശേഷം എക്കണോമി ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാവുന്നത്? അതിന് ബേസിക് കാരണം ഇത്രേ ഉള്ളൂ. അഗ്രികൾച്ചർ ഡെവലപ്പായി, ഗ്രോത്ത്
ഗ്രോത്ത് ഉണ്ടായിരുന്നോ, ഗ്രോത്ത് ഇല്ലേ ഒക്കെ നമ്മൾ പഠിക്കും. എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞ ട്രേഡ് അഥവാ കച്ചവടം എങ്ങനെയാണ് മുഗൾ ഭരണകാലത്തും സൽത്തനേറ്റിന്റെ കാലത്തൊക്കെ വികാസം പ്രാപിച്ചത്, അതുപോലെ തന്നെ ടൗൺ സിറ്റീസ് ഒക്കെ എങ്ങനെയാണ് അതിന്റെ വികാസപരമായിട്ടുള്ള മുന്നേറ്റങ്ങളിൽ ഭാഗമായത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുന്നതാണ്. എവറിഡേ ലൈഫ് ഓഫ് കോമൺ പീപ്പിൾ, സാധാരണക്കാരന്റെ ലൈഫ് എങ്ങനെയായിരുന്നു, ദുസ്സഹമായിരുന്നു, നല്ലതായിരുന്നു എന്നൊക്കെ നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നതായിരിക്കും. ഇനി കൾച്ചർ ആൻഡ് ലെഗസി എന്ന് പറഞ്ഞ ഭാഗത്ത് ആർക്കിടെക്ചർ, ആർട്ട് ആൻഡ് പെയിന്റിംഗ് എന്ന് പറഞ്ഞു വെക്കേണ്ടി പറഞ്ഞിട്ടുള്ള വാസ്തുവിദ്യാ ശൈലി ആയിക്കോട്ടെ, ആർട്ട് ആൻഡ് പെയിന്റിംഗ് കലയായിക്കോട്ടെ, ചിത്രകലയായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള മുഗൾ ഭരണകാലത്തും ഡൽഹി സൽത്തനേറ്റിന്റെ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. ഇനി ഇവിടെ ഞാൻ ഒരു എക്സ്ട്രാ ഒരു സാധനം എൻ്റെ മക്കൾക്ക് വീഡിയോയുടെ അവസാന ഭാഗമായതുകൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് CBSE 8ാം ക്ലാസ്സിന്റെ എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഏത് ഭാഗത്തിനായിരിക്കണം ഞങ്ങൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ഈ പറഞ്ഞ ഡൽഹി സുൽത്താനായിട്ട് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് കൊടുക്കുക. 5 ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണ്, 5 പ്രധാനപ്പെട്ട മാംലുക്സിനെ പഠിച്ചു, ഗിൽജീസിനെ പഠിച്ചു, ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ 5 ഡൈനാസ്റ്റികളെ ഏതൊക്കെയാണ്, അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ അറിഞ്ഞിരിക്കുക. അലാവുദ്ദീൻ ഖിൽജി സെപ്പറേറ്റ്ലി ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. തുഗ്ലക്കിനെ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ എടുത്ത് സെപ്പറേറ്റ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാബർ, അക്ബർ, ഔറംഗസേബ് ഇവർ 3 ആളും പഠിച്ചാൽ മതി. ഷാജഹാനെ പറ്റിയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ള മുഗൾ ഭരണാധികാരികളെ പറ്റിയിട്ടൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. ഈ പറഞ്ഞ ബാബർ, അക്ബർ, ഔറംഗസേബിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. വിജയനഗര എംപയർ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. വിജയനഗര സാമ്രാജ്യം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. മഹാറാണ പ്രതാപ്, ഈ പറഞ്ഞ രജപുത്തിന്റെ എന്തായിരുന്നു പ്രധാനപ്പെട്ട, ഛത്രപതി ശിവാജിനെ പറ്റി അധികം പറയുന്നില്ലെങ്കിലും മഹാറാണ പ്രതാപിനെ പറ്റി ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്, അതൊന്നും അറിഞ്ഞിരിക്കുക. ബാറ്റിൽ ഓഫ് സറായിഘട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അഹോം അല്ലെ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഗുരു ഗോബിന്ദ് സിംഗ്, സിഖുകളുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഗൽസ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. മാൻസബ്ദാരി സിസ്റ്റം ആരുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. കൾച്ചറൽ സിന്തസിസ് എന്ന് പറഞ്ഞു വെക്കേണ്ടി ഈ പറഞ്ഞിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള ഒരു കൂട്ടായ്മ എങ്ങനെയാണ് ഈ ഒരു സമയത്ത് ഉണ്ടായി വന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിരിക്കുക. അക്ബറിന്റെ സമയത്തൊക്കെയാണ് അത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുക കേട്ടോ. പൊളിറ്റിക്കൽ റീഷേപ്പിംഗ്, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ അന്ന് വരെ കണ്ടിരുന്ന ഇന്ത്യ എന്ന് പറഞ്ഞ സംഭവത്തിനെ പതുക്കെ മാറ്റി പുതിയൊരു പൊളിറ്റിക്കൽ മാപ്പ്, റീഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമ്മൾ വരുന്നതാണ്. അവസാനം നമ്മൾ 1947 മുഗൾ ഭരണത്തിന് ശേഷം 1857 ഫസ്റ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വാറിന് ശേഷമൊക്കെ നമ്മൾ മുന്നോട്ട് വന്ന് അവസാനം 1947 നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഈ ചാപ്റ്റർ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ നിങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഈ ചാപ്റ്ററിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ബാച്ചിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നമുക്കൊക്കെ നമ്മുടെ ക്ലാസ് ഏരിയയുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ മക്കളെ. ജസ്റ്റ് 9995200700 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിക്കാം. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. ഇതിന്റെ ക്ലാസ് ഏരിയയിൽ ഈ പറഞ്ഞ ഓരോ ചാപ്റ്ററിലും ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സാർ അവിടെ സോഷ്യൽ എടുത്ത് തരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക, മറക്കാതിരിക്കുക. ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ സയൻസ് SST നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് 8 നമുക്ക് ഉഷാറായിട്ട് പഠിക്കാം. ഹിസ്റ്ററി മാത്രമല്ല, എക്കണോമിക്സും പൊളിറ്റിക്സും എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റായിട്ട് പഠിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് മക്കളെ. ഹാപ്പി ലേണിംഗ്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനി വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, നിങ്ങളൊരു വലിയ ഒരു അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് മക്കളെ. നമുക്ക് ഇനി കാണാം. ഹാപ്പി ലേണിംഗ്.